നമസ്കാരം. എൻ്റെ പേര് കരോൾ ത്രേസ്യാമ്മ. ഈ സെക്സ് വർക്കർ, ലൈംഗിക തൊഴിലാളി, ആ ഒരു തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളെ നമ്മൾ പൊതുവെ വേശ്യ എന്നുള്ള ഒരു മോശം പദത്തിലൂടെ അഭിസംബോധന ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേ തൊഴിൽ ചെയ്യുന്ന പുരുഷന്മാരെ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പേരുള്ളതായിട്ട് ഞാൻ അങ്ങനെ പൊതുവെ കണ്ടിട്ടില്ല. അങ്ങനെ മലയാള ഭാഷയിൽ പോലും പക്ഷപാതിത്വം നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു വിഭാഗത്തിൽ നിന്നും ഒരു സ്ത്രീ തൻ്റെ 10-25 കൊല്ലത്തെ ജീവിതാനുഭവങ്ങളുടെ കെട്ടഴിച്ച് പുസ്തകരചനയ്ക്ക് ഒരുമ്പെടുകയാണ്. നളിനി ജമീല എഴുതിയ എൻ്റെ ആണുങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. കേവലം 3ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള, ഇംഗ്ലീഷ് പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ കരഞ്ഞ് തല്ലുകൊണ്ടിട്ടുള്ള ഒരു സ്ത്രീ എങ്ങനെയാണ് ഒരു പുസ്തകം എഴുതിയത്? അതിനുള്ള ഉത്തരം നളിനി തന്നെ പറയുന്നുണ്ട്. ഒരു സെക്സ് വർക്കർക്ക് ഉണ്ടാകേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ യോഗ്യത കഥ പറയാൻ ആ വ്യക്തിക്ക് കഴിയണമെന്നാണ്. കാരണം പോലീസിൻ്റെയൊക്കെ പരിശോധനയിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി സമർത്ഥമായി വിശ്വാസയോഗ്യമായ രീതിയിൽ നുണകൾ കഥകളായി അവതരിപ്പിക്കാൻ കഴിയണം. നളിനി ജമീല തൻ്റെ 24ാമത്തെ വയസ്സിലാണ് സെക്സ് വർക്കറായി ജോലി തുടങ്ങുന്നത്. 10-25 കൊല്ലത്തെ തൻ്റെ ജീവിതത്തിൽ അവർ പരിചയിച്ചിട്ടുള്ള ഒരു പറ്റം ആണുങ്ങളെ ഈ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. പൊതുവെ നമുക്കുള്ള ഒരു ധാരണ, സെക്സ് വർക്കർ എന്ന് പറയുമ്പോൾ ഇരുട്ടിൽ മാത്രം പുറത്തിറങ്ങുന്ന, ഇരുട്ടിനെ മറവറ്റി ജീവിക്കുന്ന സ്ത്രീകൾ, അവരെ ഉപയോഗിക്കുന്ന വളരെ മോശക്കാരായ ഒരു പറ്റം ആണുങ്ങൾ. പക്ഷേ ഈ പുസ്തകത്തിലൂടെ ഈ ധാരണകളെല്ലാം അവർ പൊളിച്ചെഴുതുകയാണ്. വളരെ ജനാധിപത്യപരമായി തന്നോട് ഇടപെടുന്ന ആണുങ്ങളെയാണ് അവർ ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതേസമയം അവരോട് മോശമായി പെരുമാറുന്ന ആണുങ്ങളെയും നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം. ഇതിൽ ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കഥാപാത്രമാണ് ഒരു പലചരക്ക് കടക്കാരൻ രാജനുണ്ട്. നളിനിയെ ആദ്യം കാണുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്ന അവറ്റകളെന്ന് മോശം രീതിയിൽ അഭിസംബോധന ചെയ്യുന്ന അതേ രാജൻ പിന്നീട് നളിനിയുടെ ഇഷ്ടക്കാരനായി മാറുകയും അവർ പലചരക്ക് കടയിൽ സാധനം വാങ്ങാൻ ചെല്ലുമ്പോൾ ഒരു കഷ്ണം നാരങ്ങാ മുട്ടായിയോ കപ്പലിൻ്റെ മുട്ടായിയോ ഒക്കെ രഹസ്യത്തിൽ പൊതിഞ്ഞ് നളിനിയുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഈ കഥാപാത്രം മാറുന്നുണ്ട്. പിന്നെ ത്രികോണ പ്രണയങ്ങളുടെ ഒരു മനോഹാരിത നളിനി ഇതിൽ പറയുന്നുണ്ട്. നളിനി ജമീലയുടെ ഭാഷയിൽ ത്രികോണ പ്രണയങ്ങൾ കുറച്ചുകൂടി ജനാധിപത്യപരവും കെട്ടുറപ്പുള്ളതുമാണെന്നാണ്. അതായത് നളിനിക്കും മാനിക്കയ്ക്കും പരസ്പരം ഇഷ്ടമാണ്. ഇതേ നളിനിയെ തട്ടാൻ ഭാസ്കരൻ ഇഷ്ടമാണ്. ഈ തട്ടാൻ ഭാസ്കരന് ഒരു തയ്യൽ ടീച്ചർ കാമുകി കൂടിയുണ്ട്. പക്ഷെ ഇവരുടെ ഇടയിൽ വളരെ തുറന്ന ഒരു ബന്ധമാണുള്ളത്. വളരെ ജനാധിപത്യപരമായിട്ടാണ് ഇവർ പരസ്പരം ഇടപെടുന്നത്. അതുപോലെ ഇതിലൊരു കണ്ണാടി വിൽപ്പനക്കാരൻ കഥാപാത്രമുണ്ട്. അയാളുടെ കണ്ണാടികൾ നിറച്ച അയാളുടെ പെട്ടിയിൽ നളിനി ജമീലയെ കാണാൻ വരുമ്പോൾ അയാളൊരു മസാല ദോശ കൊണ്ടുവരാറുണ്ട്. നളിനി അയാളെ ഓർത്തിരിക്കുന്നത് എന്നെ പകൽ ആദ്യമായി സിനിമയ്ക്ക് കൊണ്ടുപോയ പുരുഷൻ എന്നാണ്. പൊതുവെ രാത്രിയുടെ മറപറ്റി മാത്രം സമീപിച്ചിരുന്ന പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമായി പകല് നളിനിയോടൊപ്പം അയാൾ സിനിമയ്ക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നളിനിക്ക് സെക്സ് വർക്കറായി ജോലി നോക്കാൻ തുടങ്ങിയതിന് ശേഷം ആദ്യമായി പ്രണയം തോന്നിയിട്ടുള്ള സുനിൽ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. സുനില് അതുപോലെ തന്നെ ഒരു തോട്ടിപ്പണിയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി, അതുപോലെ തന്നെ ചീവി ഡബു എന്ന് പറയുന്ന മറ്റൊരു പുരുഷൻ. ഇവർ 3 പേരും ചിലപ്പോഴൊക്കെ പിരിവിട്ട് നളിനിയുടെ അന്നത്തെ റേറ്റായ 50 രൂപ ഏതു വിധേനയും സംഘടിപ്പിച്ച് നളിനിയെ വിളിച്ചുകൊണ്ട് രാത്രിയിൽ പോകാറുണ്ട്. അതൊരിക്കലും തങ്ങളുടെ ജൈവികപരമായ ചോദന അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് നളിനിയോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സംസാരിക്കുന്നതിനായി വളരെ മനോഹരമായ രീതിയിൽ അവർ രാത്രി പുലരുവോളം സംസാരിക്കുകയും ഭക്ഷണം കഴിക്കുകയും മദ്യപിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. നളിനി ഇതിലെ ഏറ്റവും വേദനയോടുകൂടി ഓർത്തിരിക്കുന്നത് ഇതിലെ തൻ്റെ ആദ്യത്തെ ക്ലയൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ്. സമൂഹത്തിലെ ഉന്നത നിലയിൽ കഴിയുന്ന പുരുഷന്മാരുടെ ഒരു പ്രതിനിധിയാണ് അയാൾ. രാത്രിയിൽ വളരെ നന്നായി നളിനിയോട് ഇടപെടുന്ന ആ പുരുഷൻ പകൽ പുലരുമ്പോൾ നളിനി ഒറ്റിക്കൊടുക്കുകയാണ്. വിദ്യാഭ്യാസപരമായും ജോലിയിലുമൊക്കെ വളരെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന പുരുഷന്മാർ വളരെ മോശക്കാരെന്ന് കരുതുന്ന ഒരു പറ്റം പുരുഷന്മാരിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ട് നിൽക്കുന്നുവെന്ന് നളിനി പറയുകയാണ്. ഞാനടക്കമുള്ള മലയാളി പുരുഷന്മാരോട് അവർ പറയുകയാണ്, നിങ്ങൾ മോശക്കാരെന്ന് കരുതുന്ന പുരുഷന്മാരിൽ സ്ത്രീകളോട് ജനാധിപത്യപരമായി വളരെ മനോഹരമായി സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ആണുങ്ങളുമുണ്ട് എന്ന്. നളിനി ജമീലയുടെ എൻ്റെ ആണുങ്ങൾ ഒരു സ്ത്രീയുടെ തുറന്നു പറച്ചിലാണ്. മലയാളി പുരുഷന്മാർക്കുള്ള ഉണർത്തുപാട്ടാണ്. നന്ദി.